വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കരിങ്ങാച്ചിറ പള്ളിയിലേക്കാണ് പോകുന്നത്. കരിങ്ങാച്ചിറ പള്ളിയിൽ തമുക്ക് പെരുന്നാളാണ്. നല്ല തിരക്കാണ്. ഒരുവിധപ്പെട്ട ആളുകളൊക്കെ വരുന്ന ഒരു കിടിലൻ പെരുന്നാൾ തന്നെയാണ് തമുക്ക് പെരുന്നാൾ. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി തമുക്ക് തന്നെയാണ്. അപ്പോൾ അതിനു മുന്നേ ഞാനും അതുപോലെ എൻ്റെ അമ്മയും ശ്രേയക്കുട്ടിയും കൂടി ചേർന്നിട്ടാട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന ഉടനെ തന്നെ തിരിയൊക്കെ വാങ്ങിച്ചപ്പോൾ ഇതേണ്ട ശ്രേയക്കുട്ടി തിരി കത്തിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കോട്ടെ അമ്മയുടെ കൂടെ. പക്ഷെ അവൾക്ക് എൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കണം എന്നാണ് പറയണത്. അപ്പോൾ അതേണ്ട അമ്മ തിരിയൊക്കെ കത്തിച്ചിട്ട് വേണം നമുക്ക് പള്ളിയുടെ ഉള്ളിലോട്ടൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ലൊരു ബാൻഡ് മേളം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഞാനത് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് അവർ അത് പ്ലേ ചെയ്യുന്നത്. അത് തന്നെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് പള്ളിപ്പെരുന്നാൾ ഒരു നെക്സ്റ്റ് ആയിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി പള്ളിയുടെ ഉള്ളിലേക്ക് പോകാം കേട്ടോ. പള്ളിയുടെ ഉൾവശം ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. പുറത്തേക്ക് വരുമ്പോൾ തന്നെ അവിടെ ഒരു ചെണ്ടമേളം നടക്കുന്നുണ്ട്. ബാൻഡ് മേളത്തിന് ശേഷമുള്ള ചെണ്ടമേളമാണിത്. ഇവിടെയാണ് തമുക്ക് വഴിപാട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കാം, എന്നിട്ട് വഴിപാട് വാങ്ങിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഉണ്ടാക്കാൻ പറ്റില്ലാത്തവർക്ക് നമുക്കിവിടെ പൈസ കൊടുത്തിട്ടുണ്ട് വാങ്ങിച്ച് ദൈവത്തിന് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ വഴിപാട് വാങ്ങാനുള്ള ആളുകളുടെ ക്യൂ ആണിത് അവിടെ കാണുന്നത്. ഇവിടെ കണ്ടോ, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പുറകോട്ട് വലിയൊരു ക്യൂ ആണ് കേട്ടോ. ആളുകൾ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. പഴവും ശർക്കരയും അരി വറുത്തതും ഒക്കെ കൂടി ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു മധുരമുള്ളൊരു പലഹാരമാണിത്. ഈ ഒരു തമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത്.
ക്യൂ നിന്ന് തമുക്ക് നേർച്ച വാങ്ങിയതിന് ശേഷം ദേണ്ട നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി. ഇവിടെയാണെങ്കിൽ ഇത് എൻ്റെ ഫ്രണ്ടാണ് ചിഞ്ചു, അവളുടെ കുട്ടിയും അതുപോലെ ചേട്ടനാട്ടോ ഇത്. ഓ ബലൂണ് പിന്നല്ലേ പുറകെ സാധനമാണ് നോക്കണത്. പള്ളിപ്പെരുന്നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഇതുപോലത്തെ ചെറിയ കടകളിലൊക്കെ പോയിട്ട് വാങ്ങിയില്ലെങ്കിലും എല്ലാത്തിൻ്റെയും വിലയൊക്കെ ചോദിക്കുക. ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ, അതുപോലെ നുസ്റ്റു അടിക്കുന്ന ചില മിഠായികളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈ പള്ളിപ്പറമ്പിലൂടെ നടന്ന് കാണുകയാണ് ഞങ്ങൾ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇതുവഴി നടന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു ഐറ്റം കണ്ടത്. ഈ കാണുന്നതാണ് സ്മോക്ക് ബിസ്ക്കറ്റ്. സ്മോക്ക് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് മാത്രമല്ല, അതുപോലെ ചീസി ബൗളിലും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വായിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കിൽ കൂടിയും വായിൽ കൂടിയും ഒക്കെ പുക പോകും. ഒരുപാട് പേര് കഴിക്കുന്നത് കണ്ടപ്പോൾ ഒരു എന്താ പറയുക, ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് എനിക്ക് തോന്നി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം ഞാൻ കാണുന്നത്. അപ്പം നമ്മൾ വാങ്ങിച്ചൊരെണ്ണം ഈ കാണുന്ന ചീസി ബൗളിൻ്റെതാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് എങ്ങനെയാന്ന്. ഇത് മൂക്കിലൂടെയും വായിലൂടെയൊക്കെ വരുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഫീലൊന്നും ചെയ്യില്ല കേട്ടോ. സാധാരണ ഇതുപോലെ തന്നെ. ഞാൻ പക്ഷേ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും നമുക്ക് നാക്കിൽ പൊള്ളണ പോലെ തോന്നുമെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ ഊതിയാലാണ് കൂടുതൽ പുക വന്നെ കേട്ടോ. അത് കഴിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നന്നായിട്ട് പുറത്തേക്ക് ഊതിയാലാണ് നന്നായിട്ട് പുക പുറത്ത് വരുവുള്ളൂ എന്ന്. ശ്രേയ കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ദേ അവളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അവൾക്ക് നല്ല പേടിയുണ്ട് അത് കടിച്ചൊക്കെ നോക്കണത്. ഞാൻ പിന്നെ അമ്മയോടും പറഞ്ഞു, അമ്മ എന്തേ ടെസ്റ്റ് ചെയ്ത് നോക്കുവാണേ എങ്ങനെയുണ്ടെന്ന്. അമ്മയ്ക്കും കടിക്കാനൊരു ചെറിയ പേടിയുണ്ട്. ഇത് അടുത്ത് വന്നിരിക്കുന്ന ചേച്ചി ഇതുപോലെ ചോദിക്കുന്നുണ്ട്, ഇതിന് വല്ല ഇതുണ്ടോ, ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ. സത്യത്തിൽ ചീസി ബോളിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയുള്ളൂ, അല്ലാണ്ട് നമുക്ക് വേറെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ഒന്നും തോന്നില്ല. എന്തായാലും സംഭവം ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമുക്ക് ഉത്സവപ്പറമ്പിലൊക്കെ പുതുതായിട്ട് വന്നൊരു ഐറ്റം കൂടിയായിരുന്നു ഇത്. ഈ കാണുന്ന ബജ്ജിക്കടയിൽ വെറൈറ്റി ബജ്ജികൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വാങ്ങിച്ചത് ഈ കാണുന്ന സവാള ബജ്ജിയും അതുപോലെ സാധാ നമ്മുടെ മുളക് ബജ്ജി കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഒരുപാട് ബജ്ജിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതുപോലെ കടകളിൽ ഒരുപാട് സ്വീറ്റ്സും അങ്ങനത്തെ എന്താ പറയുക, നമുക്ക് കടിച്ചുട്ടിച്ച് തിന്നാൻ പറ്റുന്ന ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കൊന്ത, അതുപോലെ പ്രാർത്ഥനയ്ക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇങ്ങനെ ചുമ്മാ ഓടി നടന്ന് കണ്ട് ഞങ്ങൾ രസിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ കണ്ട് അവർക്ക് ഒരു സന്തോഷം കിട്ടട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് ഭംഗിയല്ലേ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പുറത്ത് വിദേശത്തൊക്കെ ഉള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പള്ളിപ്പെരുന്നാൾ അവരെങ്ങനെയാണെന്ന് കാണണ്ടേ, അവർക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വീഡിയോ കണ്ടെങ്കിലും അവർ സന്തോഷിക്കട്ടെ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ വരുന്നതായിരിക്കും. ബൈ.